Hello everyone, hope you all are doing good and great. ഇന്ന് നമ്മൾ ഒരു റമദാൻ സ്പെഷ്യൽ വീഡിയോ ആണ്. ആക്ച്വലി രണ്ടാമത്തെ നോമ്പിന് എടുത്തതാണ്. ഞാൻ ഇടുമ്പോൾ 20 എത്രയോ നോമ്പായി. കാരണം ഇത് ഇടണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അപ്പം ഇപ്പം ഞാൻ എന്തായാലും ഇടാൻ പോവാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ മെയിൻ സംഭവം കുക്കിംഗ് ആണ്. നമ്മളൊരു സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉച്ചക്കായപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ റെസിപ്പി നോക്കിയപ്പം ഭയങ്കര സിമ്പിളായിരുന്നു. സോ ഐ തോട്ട് ഞാനതൊന്ന് ജസ്റ്റ് എഴുതി വെക്കാമെന്ന്. അല്ലെങ്കിൽ എന്താണെന്നറിയാം, ഞാൻ ഇപ്പോൾ കുക്കിംഗ് ചെയ്യാൻ നിന്നാൽ ഞാൻ ഈ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുക, ഈ ഫോണിൽ തന്നെ എനിക്ക് ഇങ്ങനെ മിനിറ്റ് ഇനി എന്താ രണ്ട് ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ ഇടങ്ങേറല്ലേ. അപ്പോൾ ഐ തോട്ട് നമ്മളിങ്ങനെ ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മാർച്ച് 3 എടുത്ത വീഡിയോ ആണ്. ഇപ്പം ഞാനത് വോയിസ് ഓവർ എടുക്കുമ്പം മാർച്ച് 22 ആയി. കണ്ണൂർ കിച്ചൻ്റെ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബണ്ണാണ്. ചിക്കൻ ചീസ് ബൺ എന്നൊക്കെ പറയാം. ഞാൻ കുറച്ച് മുന്നേ ഈ സാധനം കൊറിയൻ ചീസ് ബൺ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ടില്ല. പക്ഷേ അതൊന്നും ഉണ്ടാക്കാൻ എന്തായാലും കഴിയില്ല. അപ്പം ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ബുക്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ജസ്റ്റ് സിമ്പിളായിട്ടാവും. എന്തൊക്കെയാണ് മെയിനായിട്ട് വേണം, ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ഇതിപ്പോൾ എന്ത് മനസ്സിലാവാൻ, പക്ഷേ എനിക്ക് മനസ്സിലാവും. എൻ്റെ അരമാർക്കും കുത്തും കൊണ്ടൊക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ ഫസ്റ്റ് എഴുതി തുടങ്ങിയപ്പോൾ ഉഷാറ് എഴുതി തുടങ്ങാനുള്ളൊരു ഉഷാറ് എഴുതി തുടങ്ങിയപ്പോൾ ഇല്ലല്ലോ, അതാ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരിത് എനിക്ക്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് താഴെ പോയി ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഇതുവരെ ഞാൻ അത് കുക്കിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കർ ആയിരുന്നു. എന്തിനാ വാങ്ങിയത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഇത് അതിലെടുത്ത് ഒട്ടിച്ചു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ അത് എനിക്കൊരു കൊറിയർ വന്നിട്ടിരിക്കുന്ന വലിയൊരു ബോക്സ് ആയിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. വലിയ ബോക്സൊക്കെ കാണുമ്പോൾ പൊട്ടിക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും. അങ്ങനെ ഞാനത് പൊട്ടിക്കാൻ വാങ്ങിച്ച് നിന്ന്. ഇത് ഞാനൊരു കാര്യം പറയരുത്, എനിക്ക് ഹാംബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റല്ല, ആക്ച്വലി ഇതിൻ്റെ ഉമ്മക്ക് കൊടുക്കാനുള്ളൊരു സാധനമാണ്. അപ്പം മോളെ ഇവർ പാക്കിങ് ഒരു രക്ഷയില്ല. അത്രയും സെക്യൂറായിട്ടാണ് ഇവർ പാക്ക് ചെയ്തേക്കുന്നത്. കുറച്ചധികം ടൈം എടുത്തു ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ആ ഒരു സാധനം, പിന്നെ ടെർമാക്കോൾ, പിന്നെ മറ്റേ ഈ സാധനം വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് അത്രയും സെക്യൂർ ആൻഡ് സേഫ് ആയിട്ടാണ് ഒരു അയച്ചിരിക്കുന്നത്. പറയാണ്ടിരിക്കാൻ വയ്യ, കാരണം അത്രയും ഞാനത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം എടുത്തിട്ട്. ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്ര തോന്നില്ല, പക്ഷേ നല്ലോണം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഹാമ്പറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഖുറാൻ ഹാമ്പറാണിത്. ഖുറാൻ, മുസല്ല, തസ്ബീഹ്, പിന്നെ ഖുറാൻ്റെ അടയാളം വെക്കുന്ന ആ ഒരു അതൊക്കെയാണ് ഇതിലുള്ളത്. പേജിൻ്റെ പേര് ഹാമ്പർ എന്നാണ് കേട്ടോ. കസ്റ്റമൈസ്ഡ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബ്രൗൺ എന്ന്. പിന്നെ ഈ മുസല്ലൻ്റെ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചൂസ് ചെയ്യാൻ പറ്റും. എനിക്കൊന്നും കൂടി ഇതൊരു വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയിൽ തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തു. ബ്രൗൺ കൊടുത്തിട്ട് മാഷാഅല്ലാ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതുമല്ല ഓരുടെ വർക്ക് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. അതും എടുത്ത് പറയണം, നല്ല നീറ്റ് ഉണ്ടായിരുന്നു വർക്ക്, നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. നമ്മൾ ആ മുസല്ലമ്മല വെൽവെറ്റ് ഒട്ടിച്ചതൊക്കെ, പിന്നെ ഈ ഒരു ഇത് കാണാനും നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നാമത് ബ്രൗണിൽ ചെയ്തപ്പം ഒന്നും കൂടെ ഭംഗി കൂടിയ പോലെ എനിക്ക് തോന്നി. പിന്നെ അടുത്തൊരു കൊറിയർ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് യുവർ ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് എനിക്ക് ഫോൺ കേസ് എനിക്കും ഉമ്മച്ചിക്കും ഉണ്ടായിരുന്നു. ഫോൺ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ നേരെ കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ നല്ല കഴുകിയ ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ കുന കട്ട് ചെയ്യണം. കുന കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മിക്സിയിലിട്ടത് അടിക്കാനുള്ളതാണ്. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടുകയാണ്. എന്തൊക്കെയോ മസാല ഇടുന്നുണ്ട് ഞാൻ. മുളക് പൊടി, അങ്ങനത്തെ ബേസിക് കുരുമുളക് പൊടി, അങ്ങനെയൊക്കെ. ശരിക്കും നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം വെക്കുമ്പോഴല്ലേ അതിമ പിടിക്കുക. എനിക്ക് കുറച്ച് ടൈം വെക്കാനുള്ള നേരമില്ലേനു. ആദ്യം അറിഞ്ഞിക്കണമെങ്കിൽ എഴുതാൻ പോണ നേരം കൊണ്ട് കുറച്ചിത് ഇതിക്കിട്ടിട്ട് എഴുതാൻ പോവേനു. നിങ്ങൾക്ക് ആദ്യം അറിയില്ലേനു. അപ്പോൾ ഞാനത് മാരിനേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനൊരു ഫ്രൈ പാൻ വെച്ചു. അതെനിക്ക് ഇഷ്ടമില്ല. അടുത്ത ഫ്രൈ പാൻ വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഇറച്ചി പൊരിക്കാൻ വെച്ചു. ഞാനിത് എണ്ണ ഒഴിക്കാണ്ടാണ് ഇറച്ചി പൊരിക്കണത്. വാവ്, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ. എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം അമ്മച്ചിനോട് എണ്ണ ഒഴിക്കണേ, നീ എണ്ണ ഒഴിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ ലാസ്റ്റ് ഇട്ട ചിക്കൻ ക്രോക്കലെറ്റിൻ്റെ റെസിപ്പി കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്ത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് സന്തോഷമായി. അപ്പോൾ എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് അതപ്പോൾ ഇടങ്ങേറുണ്ടായിരുന്നു ഒന്ന് പൊരിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിയല്ല വെളുത്തുള്ളി എടുത്തിട്ട് നല്ലവണ്ണം കുനുകുന അത്ര കുനുകുനൊന്നല്ല എൻ്റെ ഏരിയയിൽ, എന്നാലും ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തില്ല, എൻ്റെ ഫോണിൽ ചാർജ് എന്തോ ഇല്ലേനും. ഇപ്പോഴല്ല വീഡിയോ എടുക്കാണ്ടിരിക്കുന്ന പിന്നെയാണ്. അപ്പം അങ്ങനെ ഇറച്ചി നമ്മൾ കുറച്ച് ഫ്രൈ ആയി കിട്ടി. ഈ മുപ്പരി ഇറച്ചിൻ്റെ മണം കിട്ടിട്ട് എനിക്കോ തരൂ താത്ത പറഞ്ഞിട്ട് ബാക്ക് നടക്കുന്നത്. എവിടുന്നാണ് ഈ ഒരു മണം, ഈ ഒരു മണം
മണം ഇടുന്ന എന്നുള്ള രീതിയിലാണ് മൂപ്പര് വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിനെ പേടിച്ചിട്ട് മൂടി വെച്ചപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുകയാണ്. അത് ശരി മൂടി വെച്ചത് ഇപ്പം ഇങ്ങനെ ഞാൻ തിന്നുക. പക്ഷെ മൂടി വെച്ചാൽ മൂപ്പര് തട്ടി എടുക്കും. ഇത് ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് എടുക്കാൻ കഴിയാത്തത്, കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട്. പ്ലേറ്റൊക്കെ ആണെങ്കിൽ മൂപ്പര് തട്ടി കളിച്ചു അത്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ പൊരിച്ചത് മിക്സിയിലിട്ടിട്ട് ഇതാക്കിയതാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇവിടെ ഇങ്ങനെ തുറക്കുമ്പം അത് അപ്പുറത്ത് നീല് വന്നേ, അത് നോക്കി വെള്ളം ഇറക്കുകയാണ് അവിടെ. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വലിയ ബട്ടർ തന്നെ ഞാൻ ഇടുന്നുണ്ട്. ഇത് ആക്ച്വലി ഫോർ വൈറ്റ് സോസ്. നമ്മൾ ഫസ്റ്റ് ഒരു വൈറ്റ് സോസ് വേണം, അതിലാണ് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യുക. ഞാൻ ഫസ്റ്റായിട്ടാണ് വൈറ്റ് സോസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനൊരു മൈദപ്പൊടി ഇട്ടപ്പം അതെന്തോ ഞാൻ ഇട്ടത് അങ്ങോട്ട് ശരിയായില്ല, അതങ്ങോട്ട് കേട് വന്നു, അത് കട്ടായി. അപ്പോൾ ഞാനത് വേറെ ഒന്നുകൂടെ ഉണ്ടാക്കി. ഈ പ്രോസസ്സ് എനിക്ക് അറിയില്ല, ഇത് ശരിക്കും ഇങ്ങനെ ഒന്നുമല്ല, കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാൽ നല്ലൊരു വൈറ്റ് സോസ് കിട്ടും, നല്ലൊരു കൺസിസ്റ്റൻസിയിൽ. ഇത് കുറച്ച് തിക്കായിരുന്നു, ഇത്ര തിക്ക് നമുക്ക് വേണ്ടല്ലോ. പക്ഷേ ഇനി ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ, പരീക്ഷണമല്ലേ എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ പകുതി ആയപ്പോഴത്തേനും എൻ്റെ മൂഡ് പോയിക്കുക, എന്താ അത് ശരിയാവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത് മിക്സിയിലിട്ട് വെച്ച ചിക്കനും ഈ വൈറ്റ് സോസും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇങ്ങനെ ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് കിട്ടല്ലോ, ഓർക്കും അങ്ങനെ ഫില്ല് ചെയ്യാനുള്ളതല്ലേ. കുറച്ച് അവിടെയുമ്പോഴേക്ക് ഒട്ടി പിടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ബണ്ണെടുത്തു. ഇത് ശരിക്ക് ബർഗറിൻ്റെ ബണ്ണാണ്, പക്ഷേ ശരിക്കും ഈ ബണ്ണല്ല വേണ്ട, നമ്മൾ ക്രീം ബണ്ണിൻ്റെ കുഞ്ഞ് ബണ്ണില്ലേ, ഇതിനെക്കാട്ടി ചെറുത്, അതാണെങ്കിലാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുക. ഇത് കുറച്ച് വലുതാണ്, നമ്മൾ പോയി മേടിച്ചല്ലായിരുന്നു, ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഒരു കൊണ്ടുവന്നിരുന്നു. അപ്പം വലിയ ബണ്ണായിരുന്നു, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കുറേ ഫില്ലിങ്ങും വേണം, ചീസ്. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ മൊസറല്ല ചീസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതും ശരിക്കും മെൽറ്റായി വരണം. പക്ഷേ ഗൈസ് അപ്പോഴത്തേന് കറണ്ട് പോയി, അതാണ് ഇപ്പോൾ വീഡിയോ ഇങ്ങോട്ട് ഉള്ളിൽ കണ്ട് വന്നത്, ഫ്ലാഷ് അടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ചീസ് മെൽറ്റ് ആവണില്ല. ഞാൻ കുറേ വെച്ച് നോക്കി, ചീസ് മെൽറ്റായില്ല. പിന്നെ ഞാൻ എയർ ഫ്രയറിലും വെച്ച് നോക്കി, ചീസ് മെൽറ്റായില്ല. പിന്നെ അങ്ങനെ അടുത്തുനിന്ന അല്ല പിന്നെ. അപ്പം അങ്ങനെ പിന്നെ ഒന്നും ഞാൻ പറയില്ല, വലിയ ബ്രെഡല്ലേ, ഇതങ്ങോട്ട് മേലൊക്കെ എത്തണ്ടേ ചൂട്. പിന്നെ ഈ ഒരു ബ്രെഡ് അല്ല മുട്ട ബോക്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിൽ ഒരു കൊണ്ടുവന്നു. പിന്നെ നമുക്ക് കുടിക്കാനുണ്ടായിരുന്നത് സർബത്തായിരുന്നു. ഇവിടെ എല്ലാവർക്കും സർബത്ത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര റിഫ്രഷിങ് അല്ലേ സർബത്തായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് ആയിട്ടുണ്ടായിരുന്നത് നല്ല നാവിൽ വെള്ളം വരുന്ന ബിരിയാണിയും കട്ടത്തൈരും ചിക്കൻ പൊരിച്ചതും മാങ്ങാച്ചാറൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളെ സാധനം വലിയ കുഴപ്പമില്ല, അടിപൊളിയാന്ന് പറയില്ല, കാരണം ചീസ് മെൽറ്റ് ആവാത്തതുകൊണ്ട്. അപ്പം അത്രയേ ഉള്ളൂ.